എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡേക്കൻ നോർമൽ നോൺ ഇൻവെർട്ടർ AC PCB ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഈ ഒരു PCBയിൽ A6 എന്നുള്ള എറർ കോഡുമായിട്ടാണ് നമുക്ക് ഈ ഒരു PCB റിപ്പയറിങ്ങിന് വന്നിട്ടുള്ളത്. നമുക്ക് ഇതിനകത്ത് ഡിസ്പ്ലേയും കാര്യങ്ങളൊന്നുമില്ല, 2 LED മാത്രമേ ഇതിനകത്തുണ്ടാവുള്ളൂ. നമ്മൾ എറർ കോഡ് ചെക്ക് ചെയ്യുന്നത് നമ്മുടെ റിമോട്ടിലാണ്. A6 എറർ കോഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫാൻ മോട്ടറിൻ്റെ എററാണ്. പക്ഷേ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഫാൻ മോട്ടറൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഉള്ള ഈ ഒരു ഗ്രീൻ കളർ LED ബ്ലിങ്ക് ചെയ്തുകൊണ്ട് നിൽക്കും. എന്നിട്ട് ഈ ഒരു ഫാൻ മോട്ടർ സ്റ്റോപ്പ് ആവുകയും ചെയ്യും. പിന്നീട് ഇത് വർക്ക് ചെയ്യത്തില്ല. ഈ ഒരു LED ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ റിമോട്ടിൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും A6 എന്നുള്ള ഒരു എറർ നമുക്കതിനകത്ത് കാണാനും പറ്റും. എങ്ങനെ ഈ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാം എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കനും കൂടെ അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് പവർ ഓൺ ചെയ്യാം. ഞാനിപ്പോൾ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് നമുക്കിതൊന്ന് ഓൺ ചെയ്യാം. ഇപ്പോൾ ഇത് ഓൺ ആയിട്ടുണ്ട്. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് ഓൺ ആക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ റിലേ ഔട്ട് പെട്ടെന്ന് തന്നെ പോകും. ഔട്ട്ഡോർ എടുക്കും. പക്ഷേ ഇൻഡോർ ഫാൻ മോട്ടർ ഇതുവരെ എടുത്തിട്ടില്ല. ഓക്കെ, ഇപ്പോൾ ഇൻഡോർ ഫാൻ മോട്ടർ എടുത്തിട്ടുണ്ട്. നമുക്ക് ആ എറർ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എറർ വന്നിട്ടുണ്ട്, ആ ഫാൻ മോട്ടറിൻ്റെ എറർ വന്നിട്ടുണ്ട്. നല്ല ഫാസ്റ്റായിട്ടാണ് മോട്ടർ കറങ്ങിക്കൊണ്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഔട്ട്ഡോർ ഓഫായി, ഫാനും ഓഫായി, LED ലൈറ്റ് ബ്ലിങ്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൽ നമുക്ക് ആ എറർ കോഡ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഡേക്കിൻ്റെ എറർ കോഡ് ചെക്ക് ചെയ്യാൻ ഈ മോഡൽ റിമോട്ടിൽ ഈ ക്യാൻസൽ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുക. പ്രസ് ചെയ്ത് പിടിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ ഇങ്ങനെ ഒരു 00 ആയിട്ട് കാണിക്കും. അതിനുശേഷം ഓരോ തവണയായിട്ട് നമ്മൾ ഈ ക്യാൻസൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോഴത്തേക്കും ഈ എറർ കോഡ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. ഏത് എറർ കോഡിലാണോ ലോങ് ബീപ്പ് കേൾക്കുന്നത് അതാണ് ഇതിൽ വന്നിരിക്കുന്ന എറർ കോഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ A6ലാണ് നമുക്ക് ലോങ് ബീപ്പ് അടിച്ചത്. മറ്റെല്ലാം സിംഗിൾ ഒരു ബീപ്പാണ് കേൾക്കുന്നത്. ഇനി വേറെ എന്തെങ്കിലും എറർ ഉണ്ടോ എന്നും കൂടെ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇല്ല, 00 വന്നു. അപ്പോൾ നമുക്ക് ഇതിലിപ്പോൾ ഈ ഒരു A6 എന്നുള്ള ഫാൻ മോട്ടറിൻ്റെ എറർ മാത്രമാണ് നമുക്കിതിലോട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിനി എവിടെയാണ് പരിശോധിക്കേണ്ടത് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഫാൻ മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ ഈ ബോർഡ് എങ്ങനെയാണ് അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫീഡ്ബാക്ക് വയറിലൂടെയാണ് അറിയുന്നത്. ഇതാണ് ഇതിൻ്റെ ഫാനിൻ്റെ ഫീഡ്ബാക്ക് വയർ എന്ന് പറയുന്നത്. ഇത് സപ്ലൈ വയർ, ഫീഡ്ബാക്ക് വയർ. ഈ ഫീഡ്ബാക്ക് വയറിൽ 3 വയറുണ്ടാവും. അതിൽ ആദ്യം ഈ ഒരു വയർ, ഈ ഒരു ബ്രൗൺ കളർ വയർ എന്ന് പറയുന്നത് 5 വോൾട്ട്, വൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ സിഗ്നൽ, ഫീഡ്ബാക്ക് വരുന്ന സിഗ്നൽ. മൂന്നാമത്തെ വയർ ഗ്രൗണ്ട് അല്ലെങ്കിൽ മൈനസ് എന്ന് പറയാം, പ്ലസ് മൈനസ് സിഗ്നൽ, ഈ 3 കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ എല്ലാം ഈ ഒരു വോൾട്ടേജ്, അതായത് നമ്മൾ മൈനസിൽ നിന്ന് പ്ലസ്സിലോട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് 5 വോൾട്ട് വരണം. മൈനസിൽ നിന്ന് സിഗ്നലിലോട്ട് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും 2.5 വോൾട്ട്, അതായത് ഈ വോൾട്ടേജിൻ്റെ ഹാഫ് വോൾട്ടേജ് വരണം. കാര്യം ഈ ഹാഫ് വോൾട്ടേജ് വരുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിൽ കൂടെ വരുന്നത് ഫ്രീക്വൻസിയാണ്, ഫ്രീക്വൻസി സിഗ്നലാണ്. അതായത് നമ്മുടെ ഈ ഒരു ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള ഒരു ഫ്രീക്വൻസിയാണ് ഈ ഒരു വയറിൽ കൂടെ ഇത് സിഗ്നലായിട്ട് നമ്മുടെ മെയിൻ ICക്ക് പോകുന്നത്. ഈ സെൻറ്ററിൽ ഇത് പോസിറ്റീവ്, സിഗ്നൽ നെഗറ്റീവ്. അപ്പോൾ രണ്ടിടത്തും സെൻറ്റർ ഡയോഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു പോസിറ്റീവ് എന്ന് സിഗ്നലിലോട്ട് ഒരു 10 കിലോ ഓംസിൻ്റെ റെസിസ്റ്റൻസ് ഇട്ട് പുള്ളപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഈ ഒരു പുള്ളപ്പിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ ഒരു സിഗ്നൽ വരുന്നിടത്ത് ഒരു 1K റെസിസ്റ്റൻസ് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു കപ്പാസിറ്റർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലൈന് നേരെ ഇവിടെ വന്നിട്ട്, അപ്പോൾ നമ്മുടെ ഈ സിഗ്നൽ നേരെ ഇവിടെ വന്ന് ഇവിടെ നിന്ന് കയറി ഈ ഒരു 1K റെസിസ്റ്റൻസ് വഴി നേരെ ഇവിടെ വരും. ഇവിടെ നിന്ന് ഈ ഒരു ജമ്പറിട്ട് ഇവിടെ നിന്ന് ഈ ഒരു RIR അല്ലെങ്കിൽ RFB എന്നുള്ള ഈ ഒരു റെസിസ്റ്റൻസ് വഴി നേരെ നമ്മുടെ ഈ ഒരു മെയിൻ ICയിലോട്ട് ചെല്ലും.
അപ്പോൾ നമ്മളിനി ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള ആ ഒരു ഫ്രീക്വൻസി നമ്മുടെ ഐ സിക്ക് കിട്ടുന്നുണ്ടോ, ഈ ഒരു വോൾട്ടേജ് 5 വോൾട്ടും മറ്റു കാര്യങ്ങളെല്ലാം നമ്മുടെ ഫാനിലോട്ട് പോകുന്നുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ചെക്ക് ചെയ്ത് 1 ബൈ 1 ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ മൾട്ടിമീറ്റർ വെച്ചിട്ടുണ്ട്. ഈ മൾട്ടിമീറ്ററിൽ നമുക്ക് ആദ്യം വോൾട്ടേജ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് പവർ ഓൺ ചെയ്യാം. ഓക്കെ, പവർ ഓൺ ആയിട്ടുണ്ട്. ഇതിൻ്റെ പവർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫാനിൻ്റെ ഫീഡ്ബാക്കിൽ വരുന്ന വോൾട്ടേജ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ നെഗറ്റീവ് പ്രോബ് വെച്ചിട്ടുണ്ട്. പോസിറ്റീവിൽ എത്ര വോൾട്ടേജ് വരുന്നുണ്ട്? 4.9 വോൾട്ട് വരുന്നുണ്ട്. സിഗ്നലിൽ 4.9 വോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സിഗ്നലിൽ ഇതിൻ്റെ ഹാഫ് വോൾട്ടാണ് ഇവിടെ വരേണ്ടത്. ആ ഒരു വോൾട്ടേജ് നമുക്കിവിടെ വരുന്നില്ല. പോസിറ്റീവ് ആ ഒരു ഹൈ വോൾട്ടേജിൽ തന്നെയാണ് നിൽക്കുന്നത്. ആ ഒരു വ്യത്യാസമില്ല സിഗ്നലിൽ. അപ്പോൾ സിഗ്നൽ എവിടെയോ ബ്രേക്ക് ആയിട്ടുണ്ട്. ഫാൻ മോട്ടർ ഇപ്പോഴും റണ്ണിങ്ങിലാണ് കിടക്കുന്നത്. ഫാൻ മോട്ടർ റണ്ണിങ്ങിൽ കിടക്കുമ്പോൾ ആ വോൾട്ടേജ് അവിടെ വേരിയേഷൻ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ അവിടെ ആ ഒരു വോൾട്ടേജിന് വേരിയേഷൻ നമുക്ക് വരുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടിട്ടാണ് വോൾട്ടേജിൽ അവിടെ വേരിയേഷൻ വരാത്തത് എന്ന് നോക്കാം. അതിന് മുന്നേ നമുക്കൊന്നും കൂടെ ഒന്ന് പവർ ഓൺ ചെയ്തിട്ട് ഇതിൽ ആ ഫ്രീക്വൻസി ജനറേറ്റ് ആവുന്നുണ്ടോ അതോ. ഓക്കെ, ഇനി നമുക്ക് ആ ഫ്രീക്വൻസിയിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പ്രോബ് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിതൊന്നും കൂടെ പവർ ഓൺ ചെയ്യാം. പവർ ഓൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ DSO ആക്ടിവേറ്റ് ചെയ്യാം. ആ മോട്ടർ കറങ്ങുന്നുണ്ട്, പക്ഷേ അവിടെ ആ ഒരു ഫ്രീക്വൻസി വന്നിട്ടില്ല നമ്മുടെ ആ ഒരു സിഗ്നലിൽ. ഫ്രീക്വൻസി വന്നിട്ടില്ല. നമുക്കവിടെ 5 വോൾട്ട് കറക്റ്റാണ്. ഈ ഒരു ഫ്രീക്വൻസി വരാത്തത് കൊണ്ടിട്ടാണ് നമുക്കിതിൽ A6 എന്നുള്ള ആ ഒരു എറർ വരുന്നത്. അപ്പോൾ എവിടെയാണ് ആ ഒരു ഡാമേജസ് വന്നിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം മൾട്ടിമീറ്റർ ഡയോഡ് മോഡിലിടുക. എന്നിട്ട് ഇവിടുത്തെ ഡയോഡുകളെല്ലാം ചെക്ക് ചെയ്യുക. 2 സെൻറ്റർ ഡയോഡ് ക്രോസ് ആയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു നെഗറ്റീവായിട്ട് കണക്റ്റഡ് ആയി കിടക്കുന്ന ഡയോഡ് നമുക്കിവിടെ കറക്റ്റ് റീഡിങ് കാണിക്കുന്നുണ്ട്. 0.4849 വോൾട്ട് ഡ്രോപ്പ് ആവുന്നുണ്ട്. പക്ഷേ പോസിറ്റീവായിട്ട് കണക്റ്റായി കിടക്കുന്ന ഈ 2 ഡയോഡുണ്ട്. ഒന്ന് പോസിറ്റീവിൽ സിഗ്നലിൽ നിന്ന് പോസിറ്റീവിലോട്ട് കണക്റ്റ് ആയിട്ടുണ്ട്, ഒരെണ്ണം സിഗ്നലിൽ നിന്ന് നെഗറ്റീവിലോട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. റിവേഴ്സ് പൊളാരിറ്റിയിലാണ് ഇത് രണ്ടും ഇട്ടിരിക്കുന്നത്. അത് പ്രൊട്ടക്ഷൻ ഡയോഡായിട്ടാണ് സെനർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഈ ഒരു പോസിറ്റീവായിട്ട് ഉള്ള റിവേഴ്സ് പൊളാരിറ്റിയിൽ നമുക്ക് 0.059556 എന്നുള്ള ആ ഒരു റീഡിങ്ങാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു ക്രോസ് ആയിട്ട് കിടക്കുന്ന റിവേഴ്സിൽ പോസിറ്റീവ് സൈഡിൽ കിടക്കുന്ന ഈ ഒരു സെനർ ഡയോഡ് ഷോർട്ടായിട്ടാണ് ഇത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ആ സെനർ ഡയോഡിനകത്തു നിന്ന് അഴിക്കാം. ഓക്കെ, ഞാൻ അത് ഇളക്കി മാറ്റിയിട്ടുണ്ട്. അവിടെ തന്നെ ഇരിക്കട്ടെ അത്. അതിനുശേഷം നമുക്കൊന്നും കൂടെ ഓൺ ചെയ്തിട്ട് ആ സിഗ്നലിൽ എത്ര വോൾട്ടേജ് വരുന്നുണ്ടെന്നും കൂടെ ചെക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ഈയുടെ ഒരു ഡയോഡ് മാറിയല്ലോ, അപ്പോൾ അവിടുത്തെ ആ ഷോർട്ടിങ് മാറിയിട്ടുണ്ട്. അതായത് 5 വോൾട്ട് ടു സിഗ്നൽ ഷോർട്ടിങ് ഉണ്ടായിരുന്നു. അതുകൊണ്ടിട്ടാണ് നമുക്കവിടെ ആ 5 വോൾട്ട് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് പവർ ഓൺ ചെയ്തിട്ട്, ഓക്കെ ഞാനതൊന്ന് പവർ ഓൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം
ഈ ഒരു സിഗ്നലിൽ ഇനി എത്ര വോൾട്ടേജ് വരുന്നുണ്ടോ നോക്കാം. ഇവിടെ കണ്ടോ, ഇപ്പോൾ ആ വോൾട്ടേജ് ഡ്രോപ്പായി. 2.5 2.7 ഓക്കെയാണ്. നേരത്തെ നമുക്കിവിടെ സിഗ്നൽ എത്ര വോൾട്ടായിരുന്നു? 5 വോൾട്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ 2.7. ഇനി നമുക്ക് ആ ഫ്രീക്വൻസിയും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഫ്രീക്വൻസി പ്രോപ്പറായിട്ട് ഫ്രീക്വൻസി വരുന്നുണ്ടോ ഇല്ലയോ ആണോ. ഇപ്പോൾ ആ ഒരു കറക്റ്റ് ഫ്രീക്വൻസി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഹെഡ്സ് എത്രയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് DC മോഡിൽ നിന്ന് AC മോഡിലോട്ട് മാറ്റി ഇപ്പോൾ കണ്ടോ, നമുക്കവിടെ 74 ഹെഡ്സിലാണ് ഫ്രീക്വൻസി അവിടെ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്പീഡ് കുറയുന്നതും കൂടുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു ഫ്രീക്വൻസിയിൽ വേരിയേഷൻ ഉണ്ടാവും. നല്ല സ്പീഡ് വരുമ്പോഴത്തേക്കും നല്ലൊരു വേരിയേഷൻ ഉണ്ടാവും. ഞാനിപ്പോൾ ഈ കൈ വെച്ച് ഈ ഒരു ഫാൻ മോട്ടർ പിടിക്കുമ്പോഴത്തേക്കും ഫ്രീക്വൻസിയിൽ വരുന്ന ആ വേരിയേഷൻ കണ്ടോ. നോർമലി അത് റണ്ണാവുന്നത് 74 ഹെഡ്സിലാണ് റണ്ണായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ നമുക്ക് ഇത്രയും സമയം പോലും എടുക്കില്ല. അതിന് മുന്നേ തന്നെ നമുക്കിവിടെ ഈ ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ട് നിൽക്കും. അത് ഈ ഒരു ചെറിയ കുഞ്ഞ് സെനർ ഡയോഡ് പോയതായിരുന്നു കാരണം. ഓക്കെ, ഏതാണ്ട് ഈ കാണുന്ന കുഞ്ഞ് സെനർ ഡയോഡ് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയെന്ന് പോലും അറിയില്ല. ഇതൊരു SMD സെനർ ഡയോഡാണ്. ഓക്കെ, ഇനിയിപ്പോൾ ആ സെനർ ഡയോഡ് നമുക്കവിടെ റീപ്ലേസ് ചെയ്യണം. 5.1 വോൾട്ടിൻ്റെ സെനർ ഡയോഡാണ് നമുക്കവിടെ റീപ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ആ പ്രോബ്ലം മാറിയിട്ടുണ്ട്. ഇതിപ്പോൾ റണ്ണിങ്ങിലാണ് കിടക്കുന്നതെങ്കിലും നമുക്ക് ഈ ഒരു സർക്യൂട്ട് അനുസരിച്ചിട്ട് അവിടെ നമുക്കൊരു 5.1 വോൾട്ടിൻ്റെ സെനർ ഡയോഡ്, അത് ഒരു 1/4 വാട്ടോ അല്ലെങ്കിൽ 1 വാട്ടോ, 1/4 വാട്ടായിരിക്കും ഏറ്റവും ബെറ്റർ. 1/4 വാട്ട് തന്നെ നമുക്കിവിടെ റിവേഴ്സ് പൊളാരിറ്റിയിൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.